ഹലോ, സുഖം തന്നെയല്ലേ? ഇന്ന് ഞാൻ പറയാൻ പോകുന്നതേ എൻ്റെ കൂട്ടുകാരോടാണേ, പ്രത്യേകിച്ചും സ്ത്രീകളോട്. പുരുഷന്മാർക്കും അത് പ്രയോജനം വരും, എന്നാലും പ്രത്യേകിച്ചും അവരോടാണ്. നമുക്കെന്തേലും ഒരു അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഡോക്ടറെ അടുക്ക പോകും, അവരോട് പറയും, നമ്മൾ മെഡിസിൻ വാങ്ങിച്ച് കഴിക്കും, ഇല്ലേ? പക്ഷെങ്കിൽ ചില രോഗങ്ങൾ വന്നാൽ നമുക്ക് ഡോക്ടേഴ്സിൻ്റെ അടുക്ക് പോകാൻ ഒരു നാണമാണ്. അല്ലെങ്കിൽ അത് മറ്റുള്ള ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുവാൻ നമുക്ക് മടിയാണ്, ഇല്ലേ? ശരിയല്ലേ? നമുക്ക് ദൈവം തന്നിരിക്കുന്ന അവയവത്തിന് എല്ലാം തന്നെ ഒരേ പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യത്തിൽ നമ്മൾ ഓരോന്നിനെയും കാണണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ. ഞാൻ ഒരു നേഴ്സാണ്. അത് കാരണം പല വിധത്തിലുള്ള പേഷ്യൻസും അവരുടെ രോഗാവസ്ഥകളും ഒക്കെ കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ നിങ്ങളോടിത് പറയുന്നത്. ഉദാഹരണത്തിന് ഞാൻ പറയുവാണെങ്കിൽ, നമുക്ക് ചില ഈ പീരിയഡ്സൊക്കെ നിന്ന് പോയവരിലൊക്കെ ആണെങ്കിൽ അവർക്ക് പ്രൈവറ്റ് പാർട്ടിൽ ഒക്കെ ചില അസ്വസ്ഥതകളൊക്കെ സംഭവിക്കാം. അവിടെ ചില ഇറിറ്റേഷൻസ്, ചൊറിച്ചിൽ അങ്ങനെയൊക്കെ സംഭവിക്കാം. പക്ഷേ അത് നമ്മൾ ഇഗ്നോർ ചെയ്യുക. ഇതെങ്ങനെയാണ് ഞാൻ ഡോക്ടറെ അടുക്ക ചെന്ന് പറയുന്നത് എന്ന് നമ്മൾ ഇഗ്നോർ ചെയ്യും കേട്ടോ. അതിനകത്ത് നാണിക്കേണ്ട ഒരു കാര്യവും ഇല്ല. അതിനായിട്ടാണ് നമുക്ക് ഗൈനക്കോളജിസ്റ്റും സ്കിൻ സ്പെഷ്യലിസ്റ്റും ഒക്കെ ഉള്ളത്. അവർ ഇതിനകത്തല്ലേ നമ്മൾ ചെന്ന് നമ്മുടെ ഈ വിഷമങ്ങളൊക്കെ അവരോട് പറഞ്ഞെന്നും കണ്ട് അത് വേറെ ആരോടും അവർ ഷെയർ ചെയ്യാൻ പോകുന്നില്ല. ഡോക്ടേഴ്സിനോട് നമ്മൾ പറഞ്ഞാൽ അവരത് മറ്റുള്ളവരുമായിട്ട് നമ്മുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നില്ല. അവരത് നോക്കും, അതിനെന്താണ് ട്രീറ്റ്മെൻ്റ് എന്നുള്ളത് അവരത് തരും. ഇതിപ്പം മെനപ്പോസ് ആകണമെന്നൊന്നുമില്ല. ചിലർക്ക് ചില മെഡിസിനും കൊണ്ടുള്ള റിയാക്ഷൻസ് വരാം. നമ്മൾ എടുക്കുന്ന ചില ആൻറ്റിബയോട്ടിക്കുകൾ, അതുപോലെ ചില എന്തെങ്കിലും നമ്മൾ എടുക്കുന്ന മെഡിസിൻ അത് ഇന്നതാണോന്നൊന്നുമില്ല, അതുകൊണ്ടും നമുക്ക് റിയാക്ഷൻസ് വരാം കേട്ടോ. അത് മെയിലും ഫീമെയിലും ആർക്കാണെങ്കിലും വരാം. അതും അവർ നേരെ പോയി ഡോക്ടറെ കാണുക. നമ്മൾ അറിയുന്നില്ല എന്തുകൊണ്ടാണ് ഇത് അവിടെ ഉണ്ടാകുന്നത് എന്ന്. പക്ഷെങ്കിൽ ഡോക്ടറുടെ അടുക്കൽ ചെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അവർ ടെസ്റ്റുകൾ ചെയ്യുവാണെങ്കിലും അവരുടെ എക്സ്പീരിയൻസിൽ കൂടെയൊക്കെ അവർ നമുക്കത് പറഞ്ഞു തരും, അതിനുള്ള ട്രീറ്റ്മെൻറ്റും. അത് കാരണം ആരും അതിന് നാണിക്കാതെ നമുക്ക് എവിടെ ഒരു അസുഖം വന്നു കഴിഞ്ഞാലും നമ്മളത് ഡോക്ടറോട് പറയുവാൻ നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ അവസാനം നമ്മൾ തന്നെ അനുഭവിക്കും. ഇത് പണ്ടൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, സൂചി കൊണ്ട് എടുക്കാവുന്നത് തൂമ്പ കൊണ്ട് എടുക്കുക എന്നുള്ളത്. അതുപോലുള്ള ഒരു അവസ്ഥയും നമുക്ക് വരും. റീസെൻ്റായിട്ട് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ഗൈനക്കോളജിസ്റ്റുമായിട്ട് ഞാനിത് ചർച്ച ചെയ്തു കേട്ടോ. ചർച്ച ചെയ്തപ്പം അവർ പറയുമായിരുന്നു, ഒരു പ്രായവ്യത്യാസം ഒന്നുമില്ലാതാണ് പെൺകുട്ടികൾ കടന്നു വരുന്നത് എന്ന്, ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. ചിലർ ഇത് മറച്ചു വെച്ചിട്ട് ഏറ്റവും ഒടുവിൽ അവരെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ള സ്റ്റേജിലാവുമ്പോഴാണ് അവർ ഡോക്ടറെ അടുക്ക ചെല്ലുന്നത്. അത് പിന്നെ ഒന്ന് ക്യൂർ ആകുവാനായിട്ട് വളരെ സമയങ്ങളെടുക്കും. അതിലൊടുവിൽ ദുഃഖിച്ചിട്ട് നമുക്ക് കാര്യമൊന്നുമില്ല കേട്ടോ. എന്ത് അസുഖമാണെന്നുണ്ടെങ്കിലും, പല രീതിയിലുള്ള അതുവാണെങ്കിലും നമ്മൾ അതിനകത്തൊന്നും ലജ്ജിക്കണ്ട, നേരെ പോവുക. നമുക്ക് ഇടയ്ക്കൊക്കെ ഒരു ചെക്കപ്പ്, ഫുൾ ബോഡി ചെക്കപ്പൊക്കെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഇവിടെ നമ്മൾ അവിടെ ചെന്നിട്ട് GPയോടൊക്കെ പറഞ്ഞ് ചെയ്യുന്നതിനെക്കാട്ടിലും നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ഏതെങ്കിലും ഒരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ അവർ നമുക്കതൊരു ഫുൾ ബോഡി ചെക്കപ്പിന് എഴുതി തരും. അതുകൊണ്ട് നിങ്ങൾ പേടിക്കരുത്. അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക, അത് ആദ്യമേ കണ്ടുപിടിക്കുക. അങ്ങനെ പലതുണ്ട്. ഞാൻ ഓരോന്നായിട്ട് ഇപ്പം പറഞ്ഞു തരാം. ഇപ്പം ഞാൻ സ്പെഷ്യലി പറഞ്ഞത് നമുക്ക് വജൈനൽ ഏറിയയിലൊക്കെയുള്ള ഇച്ചിങ്ങിനെ കുറിച്ചും പെരിനിയൽ ഭാഗത്തുള്ള ഇച്ചിങ്ങിനെ കുറിച്ചൊക്കെയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇതിനകത്ത് എനിക്കിത് പറയുന്നതിനും ഒരു നാണവുമില്ല. കാരണം ഇത് ചിലപ്പം അറിയുവാൻ പറ്റാത്തവരുണ്ട്, ചിലപ്പം നാണിച്ചിരിക്കുന്നവരുണ്ട്. ഇവരിത് കേൾക്കുമ്പോഴുണ്ടല്ലോ അവർക്ക് ഒരു പ്രചോദനമാകത്തതേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് മടിച്ചിരിക്കാതെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു ബോഡി ചെക്കിങ്ങും പിന്നെ ഇടയ്ക്ക് നമ്മൾ ഡോക്ടേഴ്സിനെയൊക്കെ ഒന്ന് പോയി കാണുകയും നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറയുകയും ചെയ്യുക. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ ചെറിയ ജീവിതത്തിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും സ്വന്തം ചുമലിൽ ഏറ്റെടുക്കാതെ എനിക്കിത് വന്നുപോയി എന്ന് ഒടുവിൽ ദുഃഖിക്കാൻ അവസരം വരാതെ
വേണ്ടുന്ന കാര്യങ്ങൾ വേണ്ടുന്ന സമയത്ത് ചെയ്യുവാൻ ഓരോരുത്തരും ശ്രമിക്കുക കേട്ടോ. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ബൈ.